ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാക്കനാട് CSI അസെൻഷൻ ചർച്ച് മെമ്പറായിരിക്കുന്ന എൻ്റെ പേര് അന്നാഷിക വർഗീസ്. ജേർണി ത്രൂ ദ സാംസിൻ്റെ ഭാഗമായി എന്നിവിടെ പ്രതിപാദിക്കുന്നത് സാം 34 വേർഡ്സ് 1-10, സങ്കീർത്തനം 34 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. 34 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ദൈവാശ്രയത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വവും അതുതന്നെയാണ്. നമ്മുടെ യാചനകൾക്കും നിലവിളികൾക്കും ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ കരുണയും കരുതലുമാണ് അടുത്ത 4 വാക്യങ്ങളിൽ കാണുന്നത്. നമ്മുടെ ദൈവം വെറും കല്ലോ മണ്ണോ മരമോ ഒന്നുമല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ദൈവമാണ്. ആകൊണ്ട് സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് കൃപകളിലൂടെ നമ്മെ നടത്തി പരിപാലിക്കാൻ ദൈവം ശക്തനാണ്. അതിനായി ദൈവത്തിൻ്റെ കരങ്ങൾ ഒട്ടും തന്നെ കുറുകിയിട്ടുമില്ല. അനുദിനം നമ്മെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന സർവത്തിനും മതിയായ സർവസൃഷ്ടികളുടെയും ഉത്ഭവത്തിന് കാരണമായ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ടും നന്ദി കരേറ്റിയും കൊണ്ടും ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഒന്നിനും മുട്ടില്ലാതെ വണ്ണം, ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം എന്ന ഈ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുവചനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും തന്ന വലിയ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മനസ്സിലാക്കി തന്ന തിരുവചന സത്യങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ യാചിക്കുന്ന അപേക്ഷകളെ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ.